Again, we can go back to the usage of sentence. This is the type of sentence which we have to use for telling something about something which usually happens in our life, like daily routines and such things. And you can use some words such as always, often, rarely, hardly, when it is needed. നിങ്ങൾ ഈ ഓഫൺ എന്ന് പറയുന്ന വാക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച്. ഓൾവേസ് എന്ന് പറയുന്ന വാക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ട സമയത്ത് അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും. ഇപ്പം ഐ ഹാർഡ്ലി വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞ അർത്ഥം. ഐ ഹാർഡ്ലി വർക്ക് ഹാർഡ് എന്താണ് ഇതിന്റെ അർത്ഥം? കാവ്യ, ഒന്നുകൂടെ പറയാമോ? ഐ ഹാർഡ്ലി വർക്ക് ഹാർഡ്. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. അവിടെ ഈ ഹാർഡ്ലി എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവാണ്. ഹാർഡ്ലി എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവാണ്. അപ്പോൾ ഐ ഹാർഡ്ലി വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് വർക്ക് ഹാർഡ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഹാർഡ്ലി എന്ന വാക്ക് നെഗറ്റീവ്. യെസ്, വളരെ അപൂർവമായുള്ള മീനിങ്, അപൂർവം എന്ന രീതിയാണ്. പക്ഷെ ആ ഹാർഡ്ലി എന്ന വാക്ക് അപൂർവം എന്ന അർത്ഥമാണ് വരുന്നതെങ്കിൽ പോലും ഏകദേശം നെഗറ്റീവിന്റെ ഫുൾ നെഗറ്റീവ് അല്ല എങ്കിലും വളരെ നെഗറ്റീവ്, തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയോട് അടുത്ത് നിൽക്കുന്ന ഒരു വാക്കാണ് ഹാർഡ്ലി. ഐ ഡോണ്ട് വർക്ക് ഹാർഡ് എന്ന അർത്ഥത്തിലേക്ക് പോകില്ലെങ്കിൽ പോലും ഹാർഡ്ലി എന്ന് പറയുന്നത് വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറില്ല എന്ന അർത്ഥത്തിലേക്ക് തന്നെ ഈ ഹാർഡ്ലിയുടെ അർത്ഥം പോകും. എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും, അല്ലാതെ അധികം അങ്ങനെ കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഹാർഡ്ലി ഉപയോഗിക്കുന്നത്. യെസ്, ശരിയാണ്, വളരെ അപൂർവം എന്ന രീതിയിൽ തന്നെ. ഇപ്പൊ റെയർലി എന്ന് പറയുന്ന വാക്ക്, ഐ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാറുള്ളൂ എന്നാണ്, അല്ലെ? അതിനർത്ഥം എന്താണ്? ഐ ഡോണ്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് മച്ച്. ഞാൻ കൂടുതലായിട്ടൊന്നും ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. റൈറ്റ്? യെസ്. അപ്പൊ അവിടെ ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമ്മളിപ്പോ ചെയ്യാറുണ്ട്, ചെയ്യാറില്ല, ചെയ്യുന്നു, പോകുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഈ ഫസ്റ്റ് ഫോമോ എസ് ഫോമോ ഉപയോഗിക്കുന്നത്. അത് കുറെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സംസാരത്തിലെ കുറെ തെറ്റുകൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം മിക്കവാറും നമ്മൾ ഈ വാക്കാണ് അധികം ഉപയോഗിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ആം, ആറ്, ഈസ് ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ING ഫോം ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾ പറയാണ്, ഒരു ടീച്ചറെ കുറിച്ച് നിങ്ങൾ പറയാണ്, ആ ടീച്ചർ സാധാരണ നന്നായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരാഴ്ച ആയിട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ നന്നായിട്ട് ക്ലാസ് എടുക്കാം, പക്ഷെ ഇപ്പൊ അത്ര നന്നായിട്ട് ക്ലാസ് എടുക്കുന്നില്ല എന്നെങ്ങനെ പറയാം? ലുലു, യെസ് ലുലു. യെസ് ലുലു, are you there? Then Muhsina, just tell me. Lulu is not there. Although I see Lulu there in the list, but she's not responding. Yeah. Yes, Muhsina. Are you able to hear me? Yeah. Yes, sir. Yes, I think it is Muhsina. Yeah.
യെസ് സർ. യെസ്. മുഹ്സിന, ആ ടീച്ചർ സാധാരണ അഥവാ നന്നായി പഠിപ്പിക്കാറുണ്ട്, ഇപ്പോൾ അത്ര നന്നായി പഠിപ്പിക്കുന്നില്ല, എങ്ങനെ പറയാം? ടീച്ചർ ടീച്ച് വെൽ. നൗ ടീച്ചർ ടീച്ചാണോ? ടീച്ചർ ടീച്ചാണോ? ഞാൻ പറഞ്ഞിട്ട് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ. സോറി സർ. ടീച്ചർ ടീച്ച് വെൽ. ടീച്ചർ ടീച്ചേഴ്സ് വെൽ. യാ. നൗ ഡസ് നോട്ട് ടീച്ച് വെൽ. നോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ ആം ഈസ് പ്ലസ് ing ആണ്. അപ്പൊ നമ്മൾ സാധാരണ അവിടെ സാധാരണ എന്ന വാക്കിന് യൂഷ്വലി എന്നൊരു വാക്ക് ഉപയോഗിക്കാം. That teacher usually teaches well. Yeah, that teacher usually teaches well, but now she is not teaching well. Yes, മനസ്സിലായോ? Yes sir. Understand. Yeah, that teacher teaches well. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളിൽ ഒരാളെ കുറിച്ച് പറയാണ്, സാധാരണ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ടല്ലോ, ഇപ്പൊ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയണല്ലേ. അപ്പൊ ഇപ്പൊ ഒരാളെ പേര് പറയാണ്, ഷീ ഓ ഹി റെസ്പോൺസ് വെൽ. യൂഷ്വലി ഹി റെസ്പോൺസ് വെൽ, ബട്ട് നൗ ഡേയ്സ് ഓർ നൗ he is not responding. Now she is not responding. Now he is not responding to my questions. ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ ഈ ഫസ്റ്റ് ഫോമോ എസ് ഫോമോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാകും. ആ സമയം എന്ന് പറയുന്നത് ഈ മണിക്കൂറാകാം, ഈ ദിവസമാകാം, അല്ലെങ്കിൽ ഈ ഒരു കാലയളവാകാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഐ ടീച്ച് സ്റ്റുഡൻസ്, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. നൗ ഐ ആം ടീച്ചിങ് അറ്റ് കെ സാഹിബ് ട്രെയിനിങ് കോളേജ്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് കെ സാഹിബ് ട്രെയിനിങ് കോളേജിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കെ സാഹിബ് ട്രെയിനിങ് കോളേജിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യെസ്. സോ ഈ ഒരു തരത്തിലാണ് ഈ സെന്റൻസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇനി ഇതിന്റെ കൂടുതൽ, ഇത് വളരെ സിമ്പിൾ ആണ് എന്ന് ചിലർക്ക് തോന്നുമെങ്കിലും പലർക്കും ഇത് ഉപയോഗിച്ച് പരിശീലിക്കേണ്ടതുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇനി മുമ്പ് ചെയ്ത കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാ, മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് നമ്മൾ പിന്നീട് സംസാരിക്കാം. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഇപ്പൊ നിങ്ങൾ പറയാണ്, ഞാൻ കോളേജിൽ നേരത്തെ എത്താറുണ്ട്, ഇന്ന് കുറച്ച് ലേറ്റ് ആണ് എന്നങ്ങനെ പറയാം. യെസ്. ഫൈസൽ ഇങ്ങനെ വരികയാണ്. അപ്പോ ഞാൻ ഫൈസൽ ഇങ്ങനെ വരുന്നു. ഫൈസൽ വന്ന് കോളേജിലേക്ക് കയറുന്ന സമയത്ത് ഒരാളെ കാണുന്നു. അപ്പൊ അവരോട് പറയാണ്, സാധാരണ ഞാൻ നേരത്തെ വരാറുണ്ട്, ഇന്ന് കുറച്ച് ലേറ്റ് ആണ്. I usually come early, but today I am a little late. Yeah, I usually come early, or I usually reach campus early. Today I am a little bit late എന്ന വാക്കാണ് ഉപയോഗിക്കുക. കുറച്ച് ലേറ്റ് ആണ്, a little bit. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ എന്ത് ചെയ്യും, ആമും ഈസും ഉപയോഗിച്ച് നൗൺ ഫോം ഉപയോഗിക്കും, അല്ലെ? സോ ഞാൻ സാധാരണ നേരത്തെ എത്താറുണ്ട്. I usually reach campus early. I usually come to college so early, but today I am a little bit late. ഇപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആണ്. Yeah. Yes sir. Yes. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. യൂസേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കുറച്ചായിട്ട് മാത്രമേ മുന്നോട്ട് പോകൂ. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പിന്നെ അത് മറന്നു പോകും. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ
ഇതുവരെ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുക, അതെങ്ങനെയാണ് പറയുക എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാം, ആലോചിക്കുക, അത് പറഞ്ഞു നോക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് പരിശീലിച്ചെടുക്കണം. സോ ഇഫ് യു ഹാവ് ഗോട്ട് എനി ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാവ് ഗോട്ട് ക്വസ്റ്റ്യൻസ് then you can ask me. അപ്പൊ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഈ സെന്റൻസ് എങ്ങനെയാണ് പറയേണ്ടത് എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, നിങ്ങളുടെ ഓരോ ഡെയിലി റുട്ടീനെ കുറിച്ച് സാർ ഇപ്പൊ യൂഷ്വലി ഉപയോഗിച്ച പോലെ തന്നെ ഓഫൺ ഉപയോഗിക്കാന്നല്ലേ പറഞ്ഞതല്ലേ? ഓഫണാ? ഐ ഓഫൺ റീച്ച് ദി ക്യാമ്പസ്. അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് യൂഷ്വലി എന്നുള്ളത് സാധാരണ പതിവായി എന്ന അർത്ഥത്തിലാണ്. ഓഫൺ എന്ന് പറയുന്നത് ഇടക്കിടക്ക് എന്ന അർത്ഥം വരും. അപ്പൊ അത് രണ്ടിന്റെയും കോണ്ടെക്സ്റ്റ് മാറാം. നമ്മൾ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയില്ലേ, പിന്നെ ഞാൻ സാധാരണ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, ഇപ്പം അങ്ങനെ എല്ലാം പറയില്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ യൂഷ്വലി ഉപയോഗിക്കുക. സാധാരണ എന്ന അർത്ഥത്തിലുണ്ടല്ലോ. ഇപ്പോ പറയാണ്, പിന്നെ യൂഷ്വലി ഐ വർക്ക് ഹാർഡ് ഫോർ പാസിംഗ് ദ എക്സാമിനേഷൻ, ബട്ട് നൗ ഐ ആം നോട്ട് വർക്കിംഗ് ഹാർഡ് ബിക്കോസ് ഐ ആം എ ലിറ്റിൽ ബിറ്റ് ടയേർഡ്. ഞാൻ സാധാരണ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാറുണ്ട് യൂഷ്വലി, പക്ഷെ ഇപ്പൊ ഞാൻ അത്ര കഠിനാധ്വാനം ചെയ്യുന്നില്ല, കാരണം ഞാൻ കുറച്ച് ടയേർഡാണ്. അങ്ങനെ പറയുന്നത്. അപ്പൊ അതാണ് യൂഷ്വലി. ഓഫൺ എന്നുള്ളത് മിക്കപ്പോഴും എന്ന ഒരർത്ഥത്തിലാണ്. യൂഷ്വലി എന്നുള്ളത് സാധാരണയായി എന്ന അർത്ഥത്തിലാണ്. ഓഫൺ എന്ന് പറയുന്നത് മിക്കപ്പോഴും അല്ലെങ്കിൽ ഇടക്കിടക്ക് അങ്ങനെ പറയുമല്ലോ. മിക്കപ്പോഴും ഞാൻ പോകാറുണ്ട്. ഇപ്പൊ നീ നിന്റെ വീട്ടിൽ ഇപ്പൊ പോകാറേ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഐ ഓഫൺ ഗോ, ഞാൻ മിക്കവാറും പോകാറുണ്ട് എന്ന് നമ്മൾ പറയാമല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓഫൺ ഉപയോഗിക്കുന്നത്. യെസ്, then any other question? Okay, so thank you. Yeah. Any other question? And see, don't feel ashamed to ask questions. ഒരിക്കലും നിങ്ങൾ ചോദ്യം ചോദിക്കാൻ മടിക്കാനും വേണ്ട. ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല ജനിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത്രയും സില്ലി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആര് കളിയാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഞാൻ മുമ്പ് ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മത്സരം നടത്തി ആളുകൾ, മൃഗങ്ങളുടെ ഇടയിൽ ഒരു മത്സരം നടത്തി. ഒരു വലിയ ടവർ, ആ ടവറിന്റെ മുകളിൽ ആദ്യം എത്തിച്ചേരുന്ന ആൾ ചാമ്പ്യനാകും എന്ന മത്സരം നടത്തി. അങ്ങനെ എല്ലാ ആളുകളും ഉണ്ട്. കഴുകരുണ്ട്, പരുന്തുണ്ട്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ മത്സരത്തിൽ പങ്കെടുത്തു. അവസാനം ഒരു തവളയാണ് ജയിച്ചത്. അങ്ങനെ തവള ജയിച്ചു വന്നു, പത്രക്കാരൊക്കെ കൂടി. അപ്പൊ തവളയോട് പത്രക്കാർ ചോദിച്ചു, താങ്കൾ ജയിക്കാനുള്ള കാരണം എന്താണ്? ഭയങ്കര പൂക്കലും വിളിയൊക്കെയാണ്. അപ്പൊ തവള തന്റെ ചെവിയിൽ നിന്ന്, തവളക്ക് ചെവി ഉണ്ടെങ്കിലൊന്നും എനിക്കറിയില്ല, കഥയിൽ ചോദ്യമില്ല. തവള തന്റെ ചെവിയിൽ നിന്ന് 2 പഞ്ഞി എടുത്തിട്ട് പറഞ്ഞു, ഈ ആളുകളുടെ കൂക്കലും വിളിയും ഒക്കെ കേൾക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ 2 പഞ്ഞി എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ചെവിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ 4 ഭാഗത്തു നിന്നും കളിയാക്കൽ ഉണ്ടാവും, എന്ത് മണ്ടത്തരമാണ് പറയുന്നതൊക്കെ ചോദ്യമൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2 പേര് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ പരസ്പരം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ കോളേജിൽ വന്ന് പരസ്പരം ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരു സായിപ്പ് വന്നിരിക്കുന്നു എന്നൊക്കെ പണ്ട് കളിയാക്കാനാണ്. അതൊന്നും എന്ത് ശ്രദ്ധിക്കരുത്. പൊതുവേ നമുക്കുള്ളൊരു സ്വഭാവമാണ്, ആരെങ്കിലും ഒക്കെ നന്നാകാൻ തുടങ്ങിയാൽ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവരെ കളിയാക്കിയിട്ടും വഷളാക്കിയിട്ടും ഒക്കെ താഴെയിറക്കും. മുമ്പ് ലിംബാറാം എന്ന് പറയുന്ന ഒരു അമ്പെയ്ത്തുകാരനുണ്ടായിരുന്നു. അങ്ങനെ ലിംബാറാം ഭയങ്കര അമ്പെയ്ത്തുകാരനാണ്, ഇന്ത്യക്കാരനാണ്. അങ്ങനെ ബാഴ്സലോണ ഒളിമ്പിക്സിലേക്ക് ലിംബാറാം മത്സരിക്കാൻ പോകുന്ന സമയത്ത് ഇന്ത്യൻ പത്രങ്ങൾ മുഴുവൻ പറഞ്ഞു, പിന്നെ ലിംബാറാം സ്വർണം ഉറപ്പിച്ചു, ബാക്കിയുള്ളവര് വെള്ളിക്കും
അതുപോലെ തന്നെ ഓടിനും വേണ്ടി മത്സരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആകെ ലിംബാറാമിനെ പൊക്കിക്കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? അവസാനം റിസൾട്ട് വരുമ്പോഴേക്കും ലിംബാറാം 36 പേരിൽ 35ാം സ്ഥാനത്താണ്. കാരണം ഈ ആളുകൾ മുഴുവൻ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് സമ്മർദ്ദം കയറ്റി അവസാനം എന്ത് ചെയ്തു? തോറ്റു തുന്നം പാടി. അഭിനവ് ബിന്ദ്ര ആദ്യം സ്വർണം നേടി ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ. ആർക്കും അഭിനവ് ബിന്ദ്രയെ അറിയില്ലായിരുന്നു. സ്വർണം നേടിയപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. അപ്പൊ കാരണം അഭിനവ് ബിന്ദ്രയെ ആർക്കും അറിയാത്തത് കൊണ്ട് ആരും എന്ത് ചെയ്തിട്ടില്ല? അഭിനവ് ബിന്ദ്രയുടെ ഷൂട്ടിംഗ് മത്സരം കാണാൻ ഇന്ത്യക്കാരും പോയിട്ടില്ല. അതുകൊണ്ട് സ്വർണം കിട്ടി. 4 വർഷം കഴിഞ്ഞ് വീണ്ടും ഒളിമ്പിക്സ് വന്നപ്പോൾ അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിലെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞ് മത്സരിക്കാൻ പോയപ്പോൾ ഇന്ത്യൻ കാണികളൊക്കെ എന്ത് ചെയ്തു? കാണാൻ പോയി. അഭിനവ് ബിന്ദ്ര തോറ്റു തുന്നം പാടി. കാരണം ഇന്ത്യൻ കാണികളുടെ ഇടയിൽ നിന്ന് ആരോ ഒരാൾ അഭിനവ് ബിന്ദ്ര ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തോ ഒച്ചപ്പാടുണ്ടാക്കി, കൈമുട്ടാൻ മറ്റും ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ പോയി എന്ന് പറഞ്ഞത് പോലെയാണ്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടൊക്കെ ചോദിക്കാം. അത് ചിലപ്പോൾ സില്ലി ആയിരിക്കാം. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല. If you want to improve, you should not think about the ridicules by others. If you have got some questions, you can ask the questions. Maybe it's silly for others, but it's something serious for you. So if you have got any question regarding to this format of sentence, you can ask me. Yes. So I'm waiting for the questions. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സെന്റൻസ് എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. യെസ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണ നടക്കാറുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടത്. അത് സാധാരണ നടക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് ഫോമോ എസ് ഫോമോ ഉപയോഗിച്ച് പറയുന്നു. സാധാരണ നടക്കാറില്ല, ചെയ്യാറില്ല, പറയാറില്ല, പോകാറില്ല, വരാറില്ല എന്നൊക്കെയാണെങ്കിൽ അതിൻ്റെ കൂടെ സബ്ജക്റ്റിനനുസരിച്ച് ഐയും വിയും യു ദേയുമാണെങ്കിൽ ഡു നോട്ട് എന്ന് ചേർത്തിട്ട് നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു. ഹിയും ഇറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നായ കുരക്കാറില്ല എന്നെങ്ങനെ പറയാം? ഫാത്തിമ, ആ നായ കുരക്കാറില്ല. ഫാത്തിമ, ആ നായ കുരക്കാറില്ല. എങ്ങനെയാണ് പറയാ? That dog doesn't bark. That dog doesn't bark. കുരക്കും നായ കടിക്കില്ല. എങ്ങനെ പറയും? കുരക്കും നായ കടിക്കില്ല. The barking dog doesn't The barking dog bite. doesn't or does not bite. മനസ്സിലായല്ലോ? അപ്പൊ സ്ഥിരമായി നടക്കാറില്ല എന്നാണെങ്കിൽ ഡു നോട്ടോ ഡസ് നോട്ടോ ഉപയോഗിച്ച് ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. സ്ഥിരമായി നടക്കുന്ന കാര്യമാണെങ്കിൽ ഫസ്റ്റ് ഫോമോ എസ് ഫോമോ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ പറയണം. ഞാൻ നിങ്ങൾക്കെല്ലാം പഠിച്ചു വെച്ചത് സെൽഡം ബൈറ്റ് എന്നുള്ള പ്രയോഗമാണ്. അത് പറയാം. അത് അതും ജസീൽ പറഞ്ഞുകൊണ്ട് ഈ സെൽഡം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ നേരത്തെ ഹാർഡ്ലി എന്ന വാക്ക് ഉപയോഗിച്ചല്ലോ ജസീൽ. നമ്മൾ ഹാർഡ്ലി എന്ന് ഉപയോഗിച്ച സെൽഡം നെഗറ്റീവ് ആണ്. അത് അങ്ങനെയാണ് പ്രോവർബിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാനത് ആ ഒരു വാക്ക് അതിന്റെ അർത്ഥം ബാക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും ബാക്കിംഗ് ഡോഗ് ഡസ് നോട്ട് ബൈറ്റ് എന്നാണ്. അവിടെ സെൽഡം എന്ന് പറയുന്നത് ശരിക്കും അപൂർവമായി എന്നൊരർത്ഥത്തിലാണ് വരുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം വരുമ്പോൾ ശരിക്കും ഇല്ല എന്ന അർത്ഥം തന്നെയാണ്. ഈ സെൽഡവും ഹാർഡ്ലി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അപൂർവമായി എന്ന അർത്ഥമാണെങ്കിൽ പോലും ശരിക്കും തീരെ ഇല്ലാത്തതുപോലെ ഒരു അർത്ഥം തന്നെയാണ് അതിന് വരിക. there is few water in the jug. ജഗ്ഗിൽ വെള്ളം ഇല്ല എന്നാണ് അർത്ഥം ഫ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ആ വാക്ക് there is no water എന്ന് തന്നെയാണ് ഫ്യൂവിന്റെ അർത്ഥം. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ വളരെ ഒന്നുമില്ല എന്നതിലല്ല, അതിനേക്കാൾ കുറച്ച് എന്ന അർത്ഥത്തിലാണ് അതിന്റെ അർത്ഥം വരിക എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയുമെങ്കിലും ശരിക്കും അത് തീരെ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതാണ് നേരത്തെ ഇപ്പം ജസീൽ പറഞ്ഞ ബാക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്.
അതിന്റെ അർത്ഥം ശരിക്കും ബാർക്കിംഗ് ഡോഗ്സ് ഡു നോട്ട് ബൈറ്റ്. ബാർക്കിംഗ് ഡോഗ് ഡസ് നോട്ട് ബൈറ്റ്. യാ ഗോട്ട് ഇറ്റ്? സാർ ഇതിൽ അതേപോലെ ഇപ്പൊ ഫ്യൂ പറഞ്ഞപ്പോഴേ എ ഫ്യൂ പറഞ്ഞാൽ എന്താ സാറേ വരിക? എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്. എ ഫ്യൂ എന്നാണ് കുറച്ച്. There is a few, അത് നേരത്തെ ഞാൻ ഫ്യൂ വാട്ടർ എന്ന് പറയുന്നത്, സോറി, ഫ്യൂ വാട്ടർ എന്ന് പറയുന്നത് ലിറ്റിൽ വാട്ടർ ആണ്. ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടിങ് നൗൺസിനാണ് ഉപയോഗിക്കുക. ലിറ്റിലാണ് ഈ സാധാരണ വെള്ളം പോലെ. ഇപ്പൊ there is little water എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ല എന്നാണ് അർത്ഥം. There is a little water എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമുണ്ട്. There are few people എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നർത്ഥം. പക്ഷെ there are a few people എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ ഉണ്ട് എന്നാണ്. A few എന്ന് പറയുമ്പോൾ കുറച്ച്. അതെന്താണ്? എണ്ണാൻ കഴിയുന്ന സാധനത്തിലാണ് നമ്മൾ a few ഉപയോഗിക്കുന്നത്. ഫ്യൂ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല, അഥവാ എണ്ണാൻ കഴിയാത്ത സാധനം. എ ലിറ്റിൽ ആണെങ്കിൽ കുറച്ച്. യെസ്. But there is little hope. ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് അല്ലെ? There is little hope, ഒരു പ്രതീക്ഷയുമില്ല. There is a little hope, കുറച്ച് പ്രതീക്ഷയുണ്ട് എന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. Yeah, right. Any other question? So I think you have got an idea. So just try to use the sentences in your own sentences. Just think about your daily routines and just try to use the sentences. അതിൽ നിങ്ങൾ ഈസും മാമും ആറും ഉപയോഗിച്ചിട്ടുള്ള ING ഫോമും ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഫോമും എസ് ഫോമും ഉപയോഗിച്ചിട്ടുള്ള വർക്കും ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറയാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നോട്ട്, ഈസിന്റെയും മാമിന്റെയും ആറിന്റെയും കൂടെ നോട്ട്, അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ. ഐ ആം നോട്ട് ടീച്ചിങ് നോ. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ നോവൽ എഴുതാറുണ്ട് നമ്മൾ സാധാരണ പറയും. ഞാൻ നോവൽ എഴുതാറുണ്ട്, ഇപ്പോൾ ഞാൻ നോവലൊന്നും എഴുതുന്നില്ല. I write novels, but now I am not writing any novel. ഇപ്പോൾ ഒരു നോവലും ഞാൻ എഴുതുന്നില്ല. സാധാരണ they read novels. അവർ നോവൽ വായിക്കാറുണ്ട്, നോവലുകൾ വായിക്കാറുണ്ട്. Now they are not reading any novel. ഇപ്പോൾ അവർ ഒരു നോവലും വായിക്കുന്നില്ല. Yes. I feel that you, yeah, yes, പറഞ്ഞോളൂ. ചോദ്യം നമ്മളുടെ ചോദ്യം. എനിക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് ക്ലാസ് ഉള്ളതെന്ന് എങ്ങനെ പറയാ? അത് നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസം, ഇതിന് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എന്നാണ് പറയാം. യെസ്. അപ്പൊ അവിടെ ആ ക്ലാസ് ഉണ്ട് എന്നതിന് അത് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറയാൻ ഹാവ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറയാൻ ഹാവ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പൊ എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറയുന്നത് ഐ ഹാവ് ക്ലാസ്. ഐ ഹാവ് ഓൺലൈൻ ക്ലാസ്സസ് ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. യെസ്, മനസ്സിലായില്ലേ? മനസ്സിലായി. ഐ ഹാവ് ക്ലാസ്സസ് ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. എനിക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ക്ലാസ് ഉണ്ടായിരുന്നത് എന്ന്. ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങും. അപ്പൊ ദിവസവും ക്ലാസ് ഉണ്ടാകും എന്ന് വിചാരിക്കാം. അപ്പൊ പറയാണ് അന്ന് എനിക്ക് അത്ര തിരക്കില്ലായിരുന്നു, കാരണം പിന്നെ ഐ ഹാഡ് ക്ലാസ്സസ് ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. എനിക്ക് ക്ലാസ് ഓൾട്ടർനേറ്റീവ് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഓൺലൈൻ ക്ലാസ്സസ് ഓ ഐ ഹാവ് ക്ലാസ്സസ് ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. യെസ്, അങ്ങനെയാണ് സാധാരണ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് എന്നത്. യെസ്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പോകുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണെങ്കിൽ ഐ ഗോ ടു ഹോം ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ ഐ ഗോ ടു ഹോം വീക്ക്ലി, ഐ ഗോ ടു ഹോം മന്ത്ലി, ഐ ഗോ ടു ഹോം വൺസ് എ മന്ത്, വൺസ് ഇൻ എ വീക്ക്. ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഞാൻ സാധാരണ പോകാറുള്ളത് എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. Yeah. So any other question? If you have got questions, you can ask me. If I can answer the question, I will answer the questions.
So I feel that no more questions are there. Yeah. So thank you very much for your listening, patient listening. Just try to make use of these sentences in your own sentences. And if you have got any question related to such sentences, you can just ask me through private messages or through some messages in the group. Still we have got 15 more minutes, but I feel that you have been sitting there with me for more than 1 hour. So we can just stop. If you haven't got any more questions, we can just stop. And if you have got questions, you can ask me. Sir, what about the usage of quite often? എങ്ങനെ? Quite often. Quite often എന്നുള്ളത് അതൊരു കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. അത് ഓഫൺ എന്ന അർത്ഥത്തിൽ നമ്മൾ കുറച്ചുകൂടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓഫൺ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ മിക്കപ്പോഴും എന്ന അർത്ഥത്തിലേക്ക് എന്ത് വരും? ക്വൈറ്റ് ഓഫൺ വരാം. യെസ്. പിന്നെ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ അതിനെന്താണ്, കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് നേച്ചർ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ക്വൈറ്റ് ഓഫൺ എന്ന വാക്ക്, ഓഫൺ എന്നതിന് പകരം ക്വൈറ്റ് ഓഫൺ എന്ന വാക്കും ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നത് ഓഫൺ എന്നതിനേക്കാൾ കുറച്ചുകൂടെ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ തവണ എന്ന രീതിയിലേക്ക് അത് വരാം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂസേജ് ആണ്. അപ്പൊ അതുപോലെ നമ്മൾ ഇപ്പം ഇടക്കിടക്ക്, ഞാൻ ഓഫൺ എന്നതിന്റെ ഞാൻ നേരത്തെ ഇടക്കിടക്ക് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും ഓഫൺ എന്നതിന്റെ വാക്ക് മിക്കപ്പോഴും എന്നാണ്. ഇടക്കിടക്ക് എന്ന് വേണമെങ്കിൽ അറ്റ് റെഗുലർ ഇന്റർവെൽസ് എന്നൊരു വാക്ക് ഉപയോഗിക്കാം. അറ്റ് റെഗുലർ ഇന്റർവെൽസ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അഥവാ നമ്മൾ ഇടക്കിടക്ക് അഥവാ കൃത്യമായ ഇടവേളകളിൽ എന്ന അർത്ഥത്തിലാണ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഫ്രീക്വന്റ്ലി എന്നതും ഇടക്കിടക്ക് എന്ന വാക്ക് ഉപയോഗിക്കും. ഫ്രീക്വന്റ്ലി എന്നതും അങ്ങനെ ഉപയോഗിക്കാം. ഫ്രീക്വന്റ്ലി എന്ന വാക്കും ഇടക്കിടക്ക് എന്ന വാക്കാണ് വരുന്നത്. ഫ്രീക്വന്റ്ലി ആണ് ശരിക്കും ഇടക്കിടക്ക്. അറ്റ് റെഗുലർ ഇന്റർവെൽസ് എന്ന് പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സമയം വെച്ചിട്ട് ഇപ്പൊ 15 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഐ ഡ്രിങ്ക് വാട്ടർ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. കൃത്യമായ ഇടവേളകളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കുടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നല്ല ആരോഗ്യം. ഐ ആം എ ഹെൽത്തി പേഴ്സൺ. ഞാനൊരു നല്ല ആരോഗ്യമുള്ള ആളാണ്. ബിക്കോസ് ഐ ഡ്രിങ്ക് വാട്ടർ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. കാരണം ഞാൻ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാറുണ്ട്. യെസ്, ഗോട്ട് ഇറ്റ്. ടൈം ടു ടൈം എന്ന് പറഞ്ഞൂടെ സർ? ടൈം ടു ടൈം എന്നത് അതും പറയാം. ടൈം ടു ടൈം സമയബന്ധിതമായി. യെസ്, അങ്ങനെയും പറയാം. അത് നമ്മൾ മലയാളത്തിലെ ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മൾ ഓരോ വാക്കും നമ്മളൊരു കുറച്ചുകൂടെ ഒരു എന്താ പറയാ നിലവാരമുള്ള യൂസേജ് എന്നല്ല. നമ്മളിപ്പം വാക്ക് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ, മിക്കപ്പോഴും, പലപ്പോഴും, അല്ലെ, പിന്നെ ഇടക്കിടക്ക്, സമയബന്ധിതമായി, അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി ഉപയോഗിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ആ രീതിയിൽ തന്നെ ഇംഗ്ലീഷിലുള്ള കുറെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ എന്ന് മാത്രം. യെസ്. അപ്പൊ എന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ വേറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. യെസ് ഫോമോ ഫസ്റ്റ് ഫോമോ ഉപയോഗിച്ചാൽ മതി വേർബിന്റെ. എന്നാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ആ സംസാരിക്കുന്ന സമയം എന്നത് ആ മിനിറ്റ് ആകാം, മണിക്കൂറാകാം, ആ ദിവസങ്ങളാകാം, ആ ആഴ്ചയാകാം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ആമും ആറും ഈസും ഉപയോഗിച്ചിട്ട് ING ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു എന്ന് മാത്രം. യെസ്. സോ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അധികം ചോദ്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ്. From today I decided to drink. Yeah.
From today, I decided to drink water only after 1 hour from having food. From today, ഇന്ന് മുതൽ തീരുമാനിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം മാത്രമേ ഞാൻ ഫുഡ് കഴിക്കൂ. അപ്പൊ ഈ ഒരു സെന്റൻസിൽ വെള്ളം കുടിക്കും ഞാൻ, അതെ വെള്ളം കുടിക്കൂ. അവിടെ ഞാൻ ഹാവ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ആ സെന്റൻസ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതല്ല, എന്നാലും ഞാൻ പറയാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പൊ ആദ്യം അവിടെ പറയേണ്ടത് ഐ ഹാവ് ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, അത് ആ വാക്കാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ ഹാവും ഹാസും ഉപയോഗിച്ചാൽ 2 രീതിയിലാണ്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴായി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യവും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന കാര്യം. ഐ ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാണ്. അഥവാ ഞാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു, മെനിഞ്ഞാന്ന് തീരുമാനിച്ചിരുന്നു, അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ പറയാനാണ് വെറും ഡിസൈഡഡ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ്. അവിടെ ഇത് ഞാൻ പിന്നെ പറയാം എന്ന് കരുതാണ്. നമ്മളിപ്പോ മലയാളത്തിൽ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു എന്നല്ല മലയാളത്തിൽ പറയാം, അല്ലെ? വെള്ളം അല്ലെ എന്ന് പറയില്ലേ? എന്ന് പറയില്ലേ? ഈ എന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ദാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ. അവിടെ ഇപ്പൊ അറബിക്കിൽ സാധാരണ ഇന്ന അന്ന എന്നൊക്കെ പറയും, അല്ലെ? സാധാരണ അങ്ങനെ പറയാറില്ല, ഇന്ന അന്ന. കുൽത്തു ഇന്നഹു ത്വയ്യിബുൻ, അവൻ നല്ല ആളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നല്ലേ എന്ന് പറഞ്ഞ പോലെ ഐ ഹാവ് ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ദാറ്റ് ഐ വിൽ ഡ്രിങ്ക്. അവിടെ പിന്നെ വില്ല് പോകും, കാരണം പാസ്റ്റിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ അവിടെ വില്ല് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ഞാനത് പിന്നെ പറയുന്നത്. ഏതായാലും ജസീർ ചോദിച്ചത് കൊണ്ട് ഞാൻ അതിവിടെ വിശദീകരിക്കാം. ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ ഡ്രിങ്ക് വാട്ടർ, അല്ലെങ്കിൽ ഐ ഹാവ് ഡിസൈഡഡ് that I will drink water from today onwards. ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഫ്രം ടുഡേ എന്ന് ചേർത്തിട്ട് ഓൺവേർഡ്സ്, കാരണം ഇന്ന് തുടങ്ങി പിന്നെ അത് മുന്നോട്ട് പോകുമല്ലോ. അപ്പോ I have decided that from today onwards I will drink water only 1 hour after taking food എന്ന രീതിയിലാണ് ഇത് പറയാം. അപ്പൊ അവിടെ ഞാൻ ഭാവിയിൽ ചെയ്യും എന്ന് തീരുമാനിച്ചു എന്നായതുകൊണ്ടാണ് അവിടെ ഐ വിൽ ഡ്രിങ്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സർ, ഈ ടേക്കിംഗ് ഫുഡ് എന്നാണോ ഹാവിംഗ് ഫുഡ് എന്നാണോ ഉപയോഗിക്കേണ്ടത്? രണ്ടും പറയാം. ഹാവിംഗ് ഫുഡ് എന്നും പറയാം, ടേക്കിംഗ് ഫുഡ് എന്നും പറയാം. ഹാവിംഗ് ഫുഡ് എന്നും ഉപയോഗിക്കാണ്ട് ടേക്കിംഗ് ഫുഡ് എന്നും പറയാം. അപ്പൊ ഇവിടെ ജസീൽ ചോദിച്ച ഒരു ചോദ്യം, നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ജസീൽ പറയാണ് ഞാൻ സാധാരണ ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ ശേഷമാണ് വെള്ളം കുടിക്കാറുള്ളത്. ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഐ ഡ്രിങ്ക് വാട്ടർ ഓൺലി 1 hour ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് ഓർ ആഫ്റ്റർ മൈ ഫുഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ അങ്ങോട്ട് ഞാൻ ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ ശേഷമേ വെള്ളം കുടിക്കൂ എന്നാണെങ്കിൽ അവിടെ അത് ഫ്യൂച്ചറായി. അപ്പം ബില്ല് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. യെസ്, റൈറ്റ് ജസീൽ? ഇപ്പൊ ഞാൻ എന്ന് എന്ന വാക്കെന്ന് പറയും. ഇപ്പം ഐ നോ, എനിക്കറിയാം. ഐ നോ, ഇപ്പൊ ഞാൻ പറയുന്നത് അയാൾ സത്യസന്ധനാണ് എന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ് ഹി ഈസ് ഹോണസ്റ്റ്. അവിടെ ആ ദാറ്റ് എന്ന വാക്ക് എന്ന് ആണ് അർത്ഥം, മനസ്സിലായല്ലോ? ഐ നോ, എനിക്കറിയാം. ഹി ഈസ് ഹോണസ്റ്റ്, അവൻ സത്യസന്ധനാണ്. അപ്പൊ അവൻ സത്യസന്ധനാണ് എന്ന് എനിക്കറിയാം എന്ന ആ അർത്ഥത്തിലാണ് അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഉപയോഗിക്കുന്നത്. ഐ നോ ദാറ്റ് ഹി ഈസ് ഹോണസ്റ്റ്. അപ്പൊ അവിടെ ഐ നോ എന്നുള്ളത് ഐ ആം നോയിങ് അല്ല, ഞാൻ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ല. ഐ നോ, എനിക്കറിയാം, പൊതുവെ എനിക്കറിയാം എന്ന അർത്ഥത്തിലാണ്